ജമ്മുകാശ്മീരിലെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറും ആർജെയുമായ യുവതിയെ ഗുരുഗ്രാമിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സമൂഹമാധ്യമത്തിൽ 7 ലക്ഷത്തിലധികം പേർ പിന്തുടരുന്ന സിമ്രാൻ സിംഗ് ആണ് മരിച്ചത്. കൊല്ലം കടക്കലിൽ വിദ്യാർത്ഥിനിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് പുനലൂർ സ്വദേശി രാധാകൃഷ്ണൻ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കക്ഷിരാഷ്ട്രീയത്തിന് പുറത്തു നിന്നുള്ളവരെ ഗവർണർ പദവിയിൽ നിയോഗിക്കണമെന്ന് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി AP അബ്ദുൾ ഹക്കീം അസ്ഹരി കാന്തപുരം. തൃശൂർ ആമ്പല്ലൂരിൽ നടന്ന കേരള യുവജന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ ചാഴൂർ സെന്റ് മേരീസ് പള്ളി ഇടവകാംഗം ഡീക്കൻ ഷിജോ ജോഷി തറയിൽ CMI തിരുപ്പട്ടം സ്വീകരിച്ചു. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കണ്ണൂർ തൃപ്പങ്ങോട്ടൂർ LP സ്കൂളിൽ വിഷൻ 2024 എന്ന പേരിൽ ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. അന്നൂർ അസിസ്റ്റന്റ് വിദ്യാഭ്യാസ ഓഫീസർ ബൈജു കേളോത്ത് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ പെരിങ്ങാട് പുഴയോരത്ത് നാട്ടുകൂട്ടത്തിന്റെ സ്നേഹസംഗമം നടന്നു. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നടന്ന സംഗമത്തിൽ 100-ൽ പരം പ്രദേശവാസികൾ പങ്കെടുത്തു. തൃശൂർ വെങ്കിടങ്ങിൽ പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയ റോഡിന്റെ നിർമ്മാണം പൂർത്തിയായി. 72 മീറ്റർ നീളത്തിലും 4 മീറ്റർ വീതിയിലും കല്ലിട്ടുയർത്തി അതിന് മുകളിലായിരുന്നു റോഡ് നിർമ്മാണം. 5 ലക്ഷം രൂപ ചെലവിട്ടാണ് നിർമ്മാണം നടത്തിയത്. സോഡ ഉത്പാദന വിതരണ രംഗത്തെ ചെറുകിട തൊഴിൽ സംരംഭകർ ചേർന്ന് പുറത്തിറക്കുന്ന മാസ് K25 മിനറൽ വാട്ടറിന്റെ ലോഞ്ചിങ് 30-ന് തൃശൂർ അരിമ്പൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. MLA മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം നിർവഹിക്കും. കന്യാകുമാരി വെമ്പന്നൂർ അരുവി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് 31-ാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. കവി ഗിരീഷ് പുലിയൂർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കവിയും രചയിതാവുമായ പ്രതീഷ് അരുവിക്കരയെ ചടങ്ങിൽ ആദരിച്ചു. കണ്ണൂർ അഴീക്കോട് മുനക്കൻ ഡോൾഫിൻ ബീച്ച് ഫെസ്റ്റിൽ പാരാഗ്ലൈഡറിന്റെ ഉദ്ഘാടനം നടന്നു. സാഹസിക പൈലറ്റുമാരായ K മുഹമ്മദ്, MN ഹരിദാസ് എന്നിവരുടെ പറക്കലോടെ ET ടൈസൺ മാസ്റ്റർ MLA ആണ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്.